രാത്രിയിൽ ഞാൻ ആ അമ്പലത്തിൻ്റെ മുന്നിലൂടെ പോകാൻ പാടില്ലായിരുന്നു. അന്ന് അമ്പലത്തിൻ്റെ മുന്നിലൂടെ പോയ എനിക്കുണ്ടായ അനുഭവമാണ് പറയുന്നത്. അമ്പലത്തിൻ്റെ മുന്നിൽ എൻ്റെ വീടും പിന്നിൽ എൻ്റെ തറവാടുമായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ രാത്രി കാലത്തുള്ള സഞ്ചാരം അല്ലെങ്കിൽ യാത്രകളൊക്കെ ഞാൻ പോകുന്നത് അമ്പലത്തിൻ്റെ മുന്നിലൂടെ തന്നെയായിരുന്നു. രാത്രിയിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടുണ്ടായിരുന്നത് പലപ്പോഴും. പക്ഷേ രാത്രി എന്ന് പറയുമ്പോൾ നമ്മളൊരു 7-8 മണിയൊക്കെ ആയിരുന്നു പലപ്പോഴും പോയത്. 10 മണിക്ക് ശേഷം പോകാൻ പാടില്ല എന്ന് പ്രത്യേകം എൻ്റെ ഉമ്മുമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു. അന്നൊരു ദിവസം രാത്രി ഒരു 10 മണിയായിട്ടുണ്ടാകും. ആ സമയത്താണ് ഞാൻ ആ അമ്പലത്തിൻ്റെ മുന്നിലൂടെ തറവാട്ടിലേക്ക് പോയത്. അമ്പലത്തിൻ്റെ മുന്നിലുള്ള മണ്ണ് എന്ന് പറഞ്ഞാൽ നല്ല തൂവെള്ള നിറത്തിലുള്ള മണ്ണാണ്. അതുകൊണ്ട് രാത്രി നിലാവിൻ്റെ വെളിച്ചം കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട വഴികൾ കൃത്യമായിട്ട് കാണും. വഴികൾ മാത്രമല്ല, നല്ല പൂർണ്ണ നിലാവുള്ള രാത്രിയാണെങ്കിൽ മണ്ണിലുള്ള ഉറുമ്പിനെ പോലും കൃത്യമായിട്ട് കാണും. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് നോക്കി ഇരുന്ന് കണ്ടിട്ടൊക്കെയാണ് പലപ്പോഴും ഞാൻ എൻ്റെ തറവാട്ടിലേക്ക് പോവുക. അമ്പലത്തിൻ്റെ മുന്നിൽ ഒരു ആൽമരമുണ്ട്. അവിടെയാണ് സ്റ്റാർട്ടിങ് ചെയ്യുന്നത്, നമ്മളെ വഴി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ആൽമരം കഴിഞ്ഞ് അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലേക്കാണ് പ്രവേശിക്കുന്നത്. സാധാരണ പോലെ തന്നെ അമ്പലത്തിൻ്റെ ആ ഗ്രൗണ്ടിലൂടെ ഇങ്ങനെ ആടിപ്പാടി നടന്നുകൊണ്ടിരിക്കുന്ന ഞാൻ പെട്ടെന്ന് കേട്ടതൊരു ചിലങ്കയുടെ സൗണ്ടാണ്. ചിലങ്കയുടെ സൗണ്ടാണ് എന്ന് പറയുമ്പോൾ അന്ന് എനിക്ക് അത് ചിലങ്കയുടെ സൗണ്ടാണ് എന്നൊന്നും പെട്ടെന്ന് മനസ്സിലായില്ല. ആദ്യം തന്നെ ഞാനൊരു ചിൽ ചിൽ എന്ന സൗണ്ട് കേട്ടു. ഈ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ പോക്കറ്റിലുള്ള ചില്ലറ പൈസ എന്തെങ്കിലും കുടുങ്ങിയതായിരിക്കാം. ചില്ലറ പൈസ ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ഒന്നും ബോധ്യമില്ല. പക്ഷേ എന്നാലും ആദ്യം തന്നെ പോയത് 2 കൈകളും പോയത് എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിലാണ്. അപ്പോൾ പാൻറ്റിൻ്റെ പോക്കറ്റ് നേരെ പോയി പിടിച്ചു. എന്നിട്ട് താഴെയൊക്കെ ഒന്ന് തപ്പി നോക്കി. എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ എവിടുന്നാണ് വീണത് എന്ന് നോക്കി. ഒരു പൈസയൊന്നും കാണാനില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു തോന്നിയതായിരിക്കാം. എന്നിട്ട് കുറച്ചുകൂടി മുന്നോട്ടേക്ക് നടന്നപ്പോൾ വീണ്ടും ഇതേ സൗണ്ട് വന്നു. രണ്ടാമത്തെ പ്രാവശ്യം ആ സൗണ്ട് വന്നപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ പാൻറ്റും ഷർട്ടൊക്കെ പരിശോധിച്ചെങ്കിലും എനിക്ക് ഒന്നും തന്നെ കാണാൻ പറ്റിയില്ല. പിന്നെ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. അപ്പോൾ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ പിന്നെ എൻ്റെ കാല് വെക്കുന്നതനുസരിച്ചിട്ടായി ഈ സൗണ്ട് വരുന്നത്. ഞാനൊരു കാലെടുത്ത് വെക്കുമ്പോൾ ചിൽ എന്ന് സൗണ്ട് വരും. രണ്ടാമത്തെ കാലെടുത്ത് വെക്കുമ്പോൾ ചിൽ എന്ന് സൗണ്ട് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ ഇങ്ങനെ സൗണ്ട് വരുന്നത്. അങ്ങനെ സൗണ്ട് വരുന്നത് കേട്ടപ്പോൾ ഞാൻ ചുറ്റിലൊന്നും നോക്കി. ആരെയും തന്നെ കാണാനില്ല. നല്ല ഇരുട്ടാണ്. പക്ഷേ നിലാവ് വെളിച്ചമുണ്ട്. ഞാൻ പറഞ്ഞ പോലെ നല്ല നിലാവ് വെളിച്ചമുണ്ട്. നല്ല നീല കളറിലുള്ള ഒരു അന്തരീക്ഷമാണെന്ന് പറയാം. നിലാവ് വെളിച്ചമൊക്കെ ആയിട്ടുള്ള നല്ലൊരു അന്തരീക്ഷമാണ്. പക്ഷേ പേടിപ്പെടുത്തുന്ന ഒരു സമയമാണെങ്കിലും എനിക്കത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. അങ്ങനെ 2 സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ എനിക്ക് ഈ ചിലങ്കയുടെ ശബ്ദമാണെന്ന് മനസ്സിലായി. അതായത് ഒരു ചിൽ ചിൽ സൗണ്ടാണെന്ന് മനസ്സിലായി. പിന്നീട് മുന്നോട്ട് കാല് വെക്കും തോറും ഈ സൗണ്ട് എൻ്റെ പിന്നിലൂടെ തന്നെ വരാൻ തുടങ്ങി. അതായത് ഞാൻ ഓരോ ഫുഡ് സ്റ്റെപ്പ് വെക്കുന്നതനുസരിച്ചിട്ട് ഈ സൗണ്ട് ചിൽ 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 എന്ന് സൗണ്ട് എൻ്റെ പിന്നാലെ വരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് നേരം ഞാനും ഈ ഒരു ശബ്ദവും മുന്നോട്ടേക്ക് നടന്നു. എന്നിട്ട് എനിക്ക് ഒരു ഡൗട്ട് തോന്നി. അതായത് എൻ്റെ മേലെ നിന്ന് വരുന്ന സൗണ്ടാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ നിൽക്കുമ്പോൾ നിൽക്കും. അപ്പം ഞാൻ കുറച്ച് മുന്നോട്ടേക്ക് നടന്ന് പെട്ടെന്ന് നിന്നു. പെട്ടെന്ന് നിന്നപ്പോൾ ഈ സൗണ്ട് നിന്നു. അപ്പോൾ ഞാൻ ബാക്കിലോട്ടേക്ക് നടന്നപ്പോൾ ഈ സൗണ്ട് ബാക്കിലോട്ടേക്ക് പോയി. പിന്നെ ഞാൻ മുന്നോട്ടേക്ക് നടന്നു. മുന്നോട്ട് നടന്നപ്പോഴും ഇത് മുന്നോട്ടേക്ക് വന്നു. അപ്പോൾ ഇതിനെ കൺഫേം ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. കാരണം ഇങ്ങനൊരു കാര്യം നടന്നു എന്ന് വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളും പറയും എന്ത് എനിക്കന്ന് തോന്നിയതായിരിക്കും. ഇതേപോലെ തന്നെ എൻ്റെ വീട്ടിലും പറയാൻ എനിക്കന്ന് തോന്നിയതായിരിക്കും. അതെനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ഇതിന് എന്താണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത്. അങ്ങനെ എൻ്റെ കാൽ സ്റ്റെപ്പിനനുസരിച്ച് ഇതെന്നെ ഫോളോ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്തു. അന്ന് ചെറിയ വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ 16-17 വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ നേരെ അവിടുന്ന് ഒരു 4-5 സ്റ്റെപ്പ് ഓടി സ്പീഡിൽ. എന്നിട്ട് പെട്ടെന്ന് നിന്നു. പെട്ടെന്ന് നിന്നപ്പോൾ ഒന്ന് സംഭവിച്ചു പറഞ്ഞാൽ, ഈ ഫുൾ സ്റ്റെപ്പ് എൻ്റെ പിന്നാലെ ഓടി. പക്ഷേ ഞാൻ നിന്നപ്പോൾ അത് 2 സ്റ്റെപ്പ് അധികം മുന്നോട്ടേക്ക് വന്നു. അതായത് 2 സൗണ്ട് അധികം വന്നു. അതുപോലെ വീണ്ടും ഞാൻ ഓടിയപ്പോൾ ഇതേപോലെ റിപ്പീറ്റേഷൻ സംഭവിച്ചു. അതായത് ഞാൻ ഓടുന്നു, ഇത് പിന്നാലെ വരുന്നു, ഞാൻ നിൽക്കുന്നു, പെട്ടെന്ന് നിൽക്കുന്നു, അത് 2 സ്റ്റെപ്പ് അധികം വെക്കുന്നു. അപ്പോൾ എൻ്റെ ഫുഡ് സ്റ്റെപ്പും അതിൻ്റെ ഫുഡ് സ്റ്റെപ്പും തമ്മിലൊരു ഡിഫറൻസ് വരാൻ തുടങ്ങി. പിന്നെ അപ്പം ഞാൻ ഇതെന്താ ചെയ്യുന്നതെന്നറിയോ, ഞാൻ ആ പ്രായത്തിൽ ഈ പറയുന്ന ഗ്രൗണ്ടിൽ നിന്ന് ഇതിൻ്റെ പരീക്ഷണം നടക്കുക. ഞാനും ഇതും തമ്മിൽ കൂടി കളിക്കാൻ നടന്നു. ഞാൻ മുന്നോട്ടേക്ക് ഓടുന്നു, എൻ്റെ പിന്നാലെ ഓടുന്നു. ഞാൻ ബാക്കിലോട്ട് ഓടുന്നു, എൻ്റെ ബാക്കിലേക്ക് വരുന്നു. ഇതിങ്ങനെ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന്. അന്നിങ്ങനെ അന്ന് പേടിക്കാനുള്ള ബുദ്ധിയില്ല എന്ന് പറഞ്ഞ പോലെ, പേടിയല്ല, എനിക്കെന്തോ ഒരു കൗതുകമാണ് തോന്നിയത്. അത് സ്ഥിരമായിട്ട് പോകുന്ന വഴിയാണ്, എനിക്കറിയുന്ന അമ്പലമാണ്. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇതിങ്ങനെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അപ്പോൾ ഇങ്ങനെ ഈ ശബ്ദം എൻ്റെ അടുത്തടുത്ത് വന്നു. പിന്നെ പിന്നെ എനിക്ക് ഇതിൻ്റെ ക്ലാരിറ്റി കൂടി, അതായത് ഈ സൗണ്ടിൻ്റെ ക്ലാരിറ്റി കൂടി സംഭവം കൃത്യമായിട്ട് കേൾക്കാൻ തുടങ്ങി. അപ്പോഴാണ് പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത്. ആ കാര്യം മനസ്സിലായത് പറഞ്ഞാൽ ഈ സൗണ്ട് എനിക്ക് പരിചയമുണ്ട്. ഈ ചിലങ്കയുടെ സൗണ്ട് എനിക്ക് നല്ല പരിചയമുള്ള സൗണ്ടാണ്. അപ്പം ഞാനതൊന്ന് ശ്രദ്ധിച്ച് കേട്ടപ്പോൾ എനിക്ക് അപ്പോഴാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് ഈ സൗണ്ട് ഞാൻ എവിടെ നിന്നാണ് കേട്ടത് എന്നുള്ളത്. അതായത് എൻ്റെ വീടിനടുത്തുള്ള അമ്പലത്തിൽ കുറേ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. പക്ഷെ ഒരാളെ കൃത്യമായിട്ട് അറിയാം. നമ്മളെ കണ്ണൂർ കുളിയെന്ന് പറയും, മറ്റ് സ്ഥലങ്ങളിൽ ഗുളികയെന്ന് പറയും. നമ്മുടെ കാന്താര എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയത് ഈ ഗുളികനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ആ ഒരു തെയ്യത്തിന് എനിക്ക് നല്ല പരിചയമുണ്ട്. തെയ്യത്തിന് പരിചയം ഉണ്ടാകാൻ കാരണം അവിടെ ഉത്സവം ഉണ്ടാകുന്ന സമയത്ത് ഈ തെയ്യം അവിടെ വരും, നമ്മളൊക്കെ പിന്നാലെ ഓടും, നമ്മൾ മുന്നിൽ ഓടും. അങ്ങനെ കുട്ടികളൊക്കെ ആയിരുന്നു ആ സമയത്ത്. നമുക്ക് ഇതൊക്കെ ഒരു രസമായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ സൗണ്ട് ആ സൗണ്ടാണ് എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം എനിക്കറിയാമല്ലോ, ഞാൻ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇതിൻ്റെ കൂടെയൊക്കെ ഓടുന്നതാണ്. അപ്പോൾ ആ പിന്നെ ഒരു ഫുഡ് സ്റ്റെപ്പിൻ്റെ ചിലങ്ക പോലെയുള്ളൊരു സാധനം ഉണ്ട്, അതിൻ്റെ പേരെനിക്കറിയില്ല. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് വരുന്നത്. അതായത് ചിലങ്കയുടെ സൗണ്ടല്ല, ഈ ഒരു തെയ്യമൊക്കെ കാലിലിടുന്ന ചിലമ്പിൻ്റെ സൗണ്ട് ആണ് വരുന്നത്. എനിക്കന്ന് മനസ്സിലായി. അത് മനസ്സിലായ സമയത്താണ് അതുവരെ ഞാൻ ഈ കളിച്ചുകൊണ്ടിരുന്ന ഞാൻ പെട്ടെന്ന് എൻ്റെ മൈൻഡ് മാറി പറഞ്ഞാൽ മനസ്സിലേക്ക് ഭയങ്കര പേടി വന്നു. പേടി വരാൻ കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒറ്റക്കാണ്. ഇത്രയും വലിയ ഒരു വലിയൊരു ഗ്രൗണ്ടിൽ ഒറ്റക്കാണ്, നല്ല ഇരുട്ടാണ്, ടോർച്ചും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ നിന്ന് ഞാൻ വ്യക്തമായിട്ട് ഈ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഈ പെട്ടെന്ന് മനസ്സിൽ ഇതിൻ്റെ വിഷ്വൽ കൂടി വന്ന സമയത്ത് ഞാൻ വല്ലാണ്ട് പേടിച്ചിട്ട് ഞാൻ ഓടി പറഞ്ഞ ഒന്നൊന്നര ഓട്ടോ ഓടിക്കയറി വീട്ടിൽ കയറിയിട്ട് ഉമ്മുമ്മയൊക്കെ ഉണ്ടായിരുന്നു. ഉമ്മുമ്മ ചോദിച്ചു, എന്താണ് പ്രശ്നം, എന്താ സംഭവിച്ചത്? ഞാൻ പറഞ്ഞു, ഉമ്മുമ്മ ഇങ്ങനെയൊക്കെ ഉണ്ടായി, ഇതൊക്കെ അവിടെ സംഭവിച്ചു. ഞാൻ പറഞ്ഞു, നീ ഇത്രയും സമയം അവിടെ കളിക്കായിരുന്നു. ഞാൻ പറഞ്ഞു, ഇത്ര സമയം ഞാൻ അത് നോക്കുകയായിരുന്നു, എന്താണ് അവിടെ നടക്കുന്നത്, എന്താണ് ഇതിന് പിന്നിലൊക്കെ ഞാൻ നോക്കുമായിരുന്നു. അങ്ങനെയാണ് ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഉമ്മുമ്മ പറഞ്ഞു, ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നതല്ലേ, രാത്രി ഈ സമയത്ത് ഒരുപാട് ലേറ്റായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് വരരുത്, അതിലൂടെ വരാൻ പാടില്ല എന്ന് ഉമ്മ എന്നോട് പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ വരരുത് എന്നുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞാൽ കേൾക്കാതെ, നമ്മൾ അന്നത്തെ ന്യൂ ജനറേഷനാണല്ലോ, നമ്മൾ ഇതൊന്നും വിശ്വാസമില്ലാത്ത ടീമല്ലേ. അപ്പോൾ അങ്ങനെ വന്നു. ഈ ഒരു അനുഭവം എനിക്കുണ്ടായി. ഇതെൻ്റെ റിയലായിട്ട് എൻ്റെ ലൈഫിൽ നടന്ന ഒരു അനുഭവമാണ്. കാരണം അത്രയും ക്ലാരിറ്റി, ഞാൻ പറഞ്ഞല്ലോ, അത്രയും ക്ലാരിറ്റിയിൽ ഞാൻ കേട്ട് കൺഫേം ആക്കിയിട്ട് ആണ് ഈ ഒരു സംഭവം നടന്നത്. പിന്നീട് ഒരു പ്രാവശ്യം കൂടി ഈ ഒരു ചിലങ്കയുടെ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ വേറൊരു രസമാണ്. പിന്നെ ആ കഥ ഞാൻ പിന്നീട് പറയാം. എൻ്റെ ഇന്നത്തെ സ്റ്റോറി ഇത്രയാണ്. നിങ്ങൾ പറയാം, ഇതെന്താണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പറയാം. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൽ, അതൊക്കെ ഒരു കാര്യം ചാനലിൽ നിങ്ങൾക്കും കഥ പറയാം. നിങ്ങളുടെ ഇതുപോലെയുള്ള കഥകളോ, നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ കഥകളോ, നിങ്ങളുടെ അച്ഛൻ്റെയോ അമ്മയോ ഉമ്മയുടെ ഉപ്പയുടെ ആരുടെയും കഥകൾ നമുക്ക് ഈ ചാനലിൽ പറയാം. നിങ്ങൾ ഇൻ്റർവ്യൂ പോലെ എടുത്തിട്ട് തന്നാലും മതി. കാരണം പഴയ ആളുകളുടെയൊക്കെ ഒരുപാട് അനുഭവങ്ങൾ നഷ്ടപ്പെട്ടു പോകും. ആരോടും പറയാതെ ഇപ്പം നിങ്ങൾ മാത്രം അറിഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്ന പല പല കഥകളും നമുക്കൊരു ഡോക്യുമെൻ്റായിട്ട് ഇവിടെ കിടക്കട്ടെ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. നല്ല കഥകൾ വന്ന് നല്ല രീതിയിൽ വ്യൂവേഴ്സ് വന്നാൽ അതിനുള്ള റവന്യൂ നിങ്ങൾക്ക് തരുന്നതാണ്. അതൊന്നും ആരും വിഷമിക്കേണ്ട. അതൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയത്. എല്ലാവർക്കും റവന്യൂ കിട്ടട്ടെ, എല്ലാവർക്കും അതിൻ്റേതായ ഓരോരോ എഫേർട്ടിനനുസരിച്ച് പൈസ കിട്ടട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ കഥകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് മറ്റൊരു കഥയായിട്ട് കാണാം.